ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ആടി ഉലയുന്നതിനിടയിൽ ഇന്നൊരു നിർണായക യോഗം ബംഗ്ലാദേശിലെ ധാക്കയിൽ നടക്കുന്നു എന്ന് ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് പാകിസ്ഥാൻ്റെ വിദേശകാര്യ സെക്രട്ടറിയും ഒപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയും തമ്മിൽ നടത്തുന്ന ചർച്ച ഇതൊരു ദുരൂഹമായ ചർച്ചയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അജണ്ടകളൊന്നും തന്നെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഹസീനയുടെ കാലത്ത് ഇത്തരം ചർച്ചകളൊന്നും പാകിസ്ഥാനുമായി നടത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാനായി പാകിസ്ഥാൻ്റെ വിദേശകാര്യ സെക്രട്ടറി അംന ബലോയ് ഉദ്യോഗസ്ഥ സംഘവുമായിട്ട് കഴിഞ്ഞ ദിവസം ധാക്കയിൽ എത്തിയിരുന്നു. ഇതിനിടയിൽ ISISൻ്റെയും ഒപ്പം തന്നെ പാക് ചാരസംഘടനയുടെയും പാക് സൈന്യത്തിൻ്റെയും ഒക്കെ വലിയ സ്വാധീനം ഇപ്പോൾ ബംഗ്ലാദേശിൽ കൂടിക്കൂടി വരുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ ചർച്ച നടക്കുന്നത്. അത് ഇന്ത്യക്കെതിരെ ഉള്ളൊരു ചർച്ചയായിട്ട് തന്നെയാണ് ചില ദേശീയ മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തായി ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെ മുതൽ തന്നെ ബന്ധം വഷളായ നിലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധവും വഷളായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൻ്റെ ഒരു ചിരവൈരി എന്ന് തന്നെ പറയാവുന്ന പാകിസ്ഥാനുമായിട്ട് വീണ്ടും UNSC കൂട്ടുകൂടുന്നത്. ഹസീനയുടെ കാലത്തൊന്നും നടക്കാത്ത ചർച്ചയും സംഭവ വികാസങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പട്ടാള മേധാവി പറഞ്ഞത് ഇവിടെ ISISൻ്റെ സ്വാധീനം കൂടുന്നു, ഒപ്പം തന്നെ പാക് സൈനികരുടെ സ്വാധീനം കൂടുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന്. ഏതായാലും വളരെ ക്രൂഷ്യലായ ഒരു സമയങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.